ഹായ് കൂട്ടുകാരെ. അപ്പം ഇന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താ കൊടുക്കുക എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാം. ഞാൻ കുറച്ച് സുർക്കയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കുട്ടികൾക്കുള്ളതല്ലേ, അപ്പോൾ ഞാൻ അധികം മുളക് പൊടി ഇടില്ല. കുറച്ച് കോൺഫ്ലവറും. എന്നിട്ട് നമുക്ക് സാധാ ചോറാണ് കൊടുക്കാമെന്ന്. കോഴിയാണ് കണ്ട കുട്ടികൾ മിണുമിണാന്ന് ചോറ് മുണുങ്ങും. ഇനി ഉണ്ടാന്ന് ചോദിക്കും. അതാണ് കോഴിൻ്റെ ഒരു സ്ഥിതി. അതിപ്പോൾ എന്തിട്ടുണ്ടാക്കിയാലും കോഴി തന്നെ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. എണ്ണ അങ്ങനെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയ്ക്ക് വേണം ഇടാൻ. ചൂടായ എണ്ണയ്ക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കും. ചൂടായിക്കാൻ തോന്നും. അല്ല, ഇങ്ങനെ തിളക്കണം. ഇടുമ്പോൾ ഇങ്ങനെ തിളക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിലൊക്കെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ഇത് നോക്കിക്കൊണ്ട് ഒട്ടിപ്പിടിക്കില്ല. നന്നായി ഫ്രൈ ആയിട്ടുള്ള വരും. എന്തൊരു സാധനം ഫ്രൈ ചെയ്യുമ്പോൾ നന്നായി ഫ്രൈ ആവില്ല വേണം. ഹാഫ് വേവ് പറ്റില്ല. അപ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല. നമ്മളിത് സുർക്ക ഒഴിച്ചാൽ ഫ്രൈ ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും ഇതാ ഒഴിക്കൽ, എന്താണ്, തൈര്. പക്ഷെ ഞാൻ തൈര് അങ്ങനെ വല്ലാതെ ഒഴിക്കലില്ല. അത് പുളി കുറവല്ലേ. നല്ല പൊരിച്ച തൈരൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ സുർക്കാണ് ഒഴിക്കും. അങ്ങനെ ആകുമ്പോൾ അതൊരു സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. ഒരു പഞ്ഞിപ്പോലെ ഉണ്ടാവും, ഒരു സോഫ്റ്റ് ഉണ്ടാവും. മറ്റേ സോഫ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് കുട്ടികൾക്ക് ഉഷാറ്. ചോറും ഇതുമാകുമ്പോൾ വയറ് നിറയുകയും ചെയ്യും. അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പരിപാടിയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പിന്നെ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ തപ്പിത്തരയാൻ വരും. ചോറാകുമ്പോൾ വയറ് നിറയെ അത് തിന്നോളുമല്ലോ, വയറ് നിറയുകയും ചെയ്യും. ഞാൻ പിന്നെ കളർ ഇടലില്ല കേട്ടോ. ഭംഗിക്കാണെങ്കിലും ശരി കളർ ഉപയോഗിക്കലില്ല. കുട്ടികൾക്ക് തിന്നാനുള്ളതല്ലേ. ഏതായാലും എല്ലാവർക്കും അറിയാം അത് നല്ലതല്ല. മറിച്ചിടുമ്പോൾ സാധാ ചട്ടി, നോൺ സ്റ്റിക്ക് ചട്ടിയൊന്നുമല്ല. മറിച്ചിടുമ്പോൾ കിട്ടും അങ്ങനെ എവിടെ ഒട്ടാതെ. അതെന്താ വെച്ചാൽ തിളച്ച എണ്ണയ്ക്ക് ഇട്ടിട്ടാണ്. അതല്ലാതെങ്കിൽ അവിടെയും കൂടി ഒട്ടിപ്പിടിച്ച് ഇതിൻ്റെ മാവൊക്കെ അവിടെയും ഇവിടെ ആയി അങ്ങനെയൊക്കെ എടുക്കാം. ഇത് സാധാ ചീനച്ചട്ടിയാണ്, നോൺ സ്റ്റിക്കേ അല്ല. അത് തിളച്ച എണ്ണയ്ക്കിട്ടാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാറി ഇവരത് വീഡിയോ എടുക്കാനും അയക്കണില്ല. അംഗനവാടിക്കാരൻ നേരത്തെ വന്നിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ